ഹലോ, വെൽക്കം ടു തായൽ വ്ളോഗ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ. ഇതൊരു ചൈനയിൽ നിന്ന് കുടിയേറിപ്പാർത്ത വിഭവമാണ്. അപ്പോൾ ഒരു ഇന്തോ ചൈന രൂപത്തിലാണ് ഇന്ന് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് കിട്ടുന്നത്. റെസ്റ്റോറൻറ്റിൽ കുറച്ചൊരു കൂടുതൽ നല്ല ഓർഡർ വരുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് മഞ്ചൂരിയൻ. ഒന്ന് ഗോബി മഞ്ചൂരിയനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, കോളിഫ്ലവർ വെച്ചിട്ട്. നമുക്ക് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് അത്യാവശ്യം തരക്കേടില്ലാത്ത 1.5 കിലോ വെയിറ്റുള്ള ഒരു ഗോപിയാണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ, ഗോബി ഹിന്ദി വേർഡാണ്, കോളിഫ്ലവർ എന്നാണ് ഇംഗ്ലീഷ്. നമ്മൾ സാധാരണ കോളിഫ്ലവർ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അതിൻ്റെ ഈ ഫ്ലവർ മാത്രം വേറെ ആക്കണം. ആദ്യം ഫ്ലവർ മാത്രം വേറെ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്തതാണ്. ഇനി അടുത്ത ഇതെന്താ വെച്ചാൽ, ഇത് വേറെ ഇങ്ങനെ അരിയരുത്, ഇതൊക്കെ ഇങ്ങനെ വേറെ എടുക്കണം. ഇതിൻ്റെ ഇങ്ങനെ വേറെ ഇതിൻ്റെ ഓരോ പോർഷൻ ഉണ്ടല്ലോ അല്ലികളായിട്ട്, ഈ അല്ലികളായിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനിങ്ങനെ അല്ലികളാക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കറുത്ത കുത്തുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ ശരിക്കും ക്ലീൻ ആക്കിയിട്ട് ആ ഭാഗം കൊണ്ട് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഓരോരോ പോർഷൻ എടുക്കുക. ഇങ്ങനെയൊക്കെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇല്ലേ, ഇങ്ങനെ അല്ലികളാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഇതിൽ കീടനാശിനികളൊക്കെ അടിച്ച് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പുഴു മാതിരി ചെറിയ പൂഴികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷം ഉപ്പ് ഇതൊക്കെ ഒന്ന് ഇതിൽ കലരട്ടെ. എന്നിട്ട് ഇതിലുള്ള കീടനാശികളും വിഷാംശമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് നന്നായി വാഷ് ചെയ്യണം. അപ്പോൾ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം. ഒരു 5 മിനിറ്റ് നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമ്മളിത് ഒരു അരിപ്പയിലേക്ക് മാറ്റും. ഇതിന് 3-4 പ്രാവശ്യം നന്നായി വാഷ് ചെയ്തതാണ്. അതിലത്തെ ഉപ്പും എല്ലതും പോയിരിക്കണം. ഉപ്പും മഞ്ഞളൊന്നും ഇപ്പോൾ ഇതിലില്ല. ഇനി ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് മൈദ, എല്ലാം ഈക്വലാണ് എടുക്കേണ്ടത്. മൈദ 1/2 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പ്, എല്ലാം ഈക്വലാണ് എടുക്കേണ്ടത്. മൈദയും കോൺഫ്ലവറുമാണ് ഇതിൻ്റെ ബാറ്ററിൽ വരുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വലായിരിക്കണം. പിന്നെ 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, പിന്നെ സ്വല്പം കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, പാകത്തിന് ഉപ്പ് പാകത്തിന്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കലക്കുക. ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇത് കട്ടില്ലാതെ കലങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിലായിരിക്കണം.
ഇതിലും കൂടുതൽ കട്ടിയാവരുത്. കൂടുതൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവറിൻ്റെ മുകളിൽ കോട്ടിങ് വലിയ കട്ടിയിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ അടർന്ന് പോരും. അപ്പോൾ ഈ ലെവൽക്കാകുമ്പോൾ കുഴപ്പമില്ല. ഇത്രയും ഉണ്ടായാൽ മതി, ഈ കട്ടി ഉണ്ടായാൽ മതി. ഈ കട്ടിയിലായിരിക്കണം ഇത്. ഇതിപ്പോൾ കട്ടൊന്നുമില്ലാത്ത രൂപത്തിൽ ആയിട്ടുണ്ട്. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ കട്ടി ഉണ്ടാവരുത്, എന്നാൽ കട്ടി വളരെ കുറഞ്ഞു പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിലാവണം. ഇനി ഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ്, കുറേശ്ശെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇത് ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡബിൾ ഫ്രൈ ചെയ്താലേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ആദ്യം ഒരു 5 മിനിറ്റ് ഫ്രൈ ആവും, പിന്നെ നമ്മളത് കോരിയിട്ട് വീണ്ടും ഫ്രൈ ചെയ്യും. ചൂടായ എണ്ണയിലേക്ക് ഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ കിടന്നിട്ട് ഫ്രൈ ആവുന്നുണ്ട്. ഇത് ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡബിൾ ഫ്രൈ ചെയ്താലേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിട്ടിരിക്കും. ആദ്യം ഇതൊരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ അത് ഫ്രൈ ചെയ്യും, ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇതിപ്പോൾ ഒരു ഫ്രൈ ചെയ്ത് വെച്ച്, ഇനി ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇത് ഒരു സെക്കൻഡ് ഫ്രൈ കൂടി ഉണ്ട്. ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോഴാണ് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് തണുക്കാൻ വെക്കും. തണുത്തതിന് ശേഷമാണ് സെക്കൻഡ് ഫ്രൈ ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ ആ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കൊടുത്തെടുക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ, ഉള്ളി, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഒരു കൂടുതൽ വേണ്ടവർക്ക് 2 എണ്ണം കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് 2 ടേബിൾ സ്പൂൺ. സ്പ്രിംഗ് ഓണിയൻ്റെ കട കട്ട് ചെയ്താണ് വൈറ്റ്.
ഒരു അരക്കപ്പ് ക്യാപ്സിക്കം, കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ്, മല്ലിയില, കുറച്ച് ഉപ്പ്, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, കച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, ഇതിലേക്ക് ഇനി ഒരു 1.5 ഗ്ലാസ് വെള്ളം കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 4 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. ഇത് 4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതാണ്. ഇത് കുറേശ്ശെ ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് റെഡിയാണ്. സോസ് ഇതവിടെ റെഡി, അത്യാവശ്യം കട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത ഗോബി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമ്മളൊന്ന് ഗോബി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സോസിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. സോസിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗോബി ഇട്ട് കൊടുക്കും. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കാം, സ്പ്രിംഗ് ഓണിയൻ.